വൈഷ്ണവി, ആരാണ് അവിടെ? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം? Who's there? ഓക്കെ. നിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? Who all are there? ഹു ഓൾ ആർ ദേർ വിത്ത് യു. ഓക്കെ. നീ ആരെയൊക്കെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്? Whom do you invite to the ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി? അപ്പോൾ ഇവിടെ പറഞ്ഞപ്പം ഹൂവും ചെറുതായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത് എല്ലാ ഇംഗ്ലീഷ് ആരൊക്കെ സംസാരിക്കുന്ന അവർക്കൊക്കെ സംശയം വരുന്ന രണ്ട് വാക്കുകളാണ് ഹൂയും ഹൂമും. ഹൂ കുറച്ചും കൂടി എളുപ്പമാണ്. ആര് എന്നുള്ള ഒരു മീനിങ് ആണ് ഹൂ എന്നുള്ള ഒരു വേർഡിന് ഉണ്ടാവുക. ഹൂം എന്ന് പറയുന്നത് ആരൊക്കെ എന്നുള്ളൊരു മീനിങ് ആണ് യൂഷ്വലി ഹൂമിന് ഉണ്ടാവുക. ഓക്കെ. ഇപ്പം ഡോറിൻ്റെ അടുത്ത് ആരാ ഉള്ളത് എന്നെങ്ങനെയാണ് ചോദിക്കുക? Who's there at ഡോർ. ഹൂ ഇസ് അറ്റ് ദ ഡോർ. ഓക്കെ. ഇനി നിന്നെ ആരാണ് കഴിഞ്ഞ രാത്രി വിളിച്ചത്? whom do you ആരാണ് നിന്നെ വിളിച്ചത്? who do you call? ആരാ നിന്നെ വിളിച്ചത്? കഴിഞ്ഞ രാത്രി ആരാ നിന്നെ വിളിച്ചത്? എനിക്കറിയില്ല, പറഞ്ഞു. ഹൂ കോൾഡ് യു ലാസ്റ്റ് നൈറ്റ്? ഓക്കെ. നീ ആരോടാണ് ഇന്നലെ രാത്രി സംസാരിച്ചത്? അതാണെങ്കിലോ Whom did you call last night? സംസാരിച്ചത് Whom did you talk last? ഹൂം ഡിഡ് യു ടോക്ക് ടു ലാസ്റ്റ് നൈറ്റ്? അങ്ങനെ വേണം വരാൻ. അപ്പം ആരാണ് നിന്നെ വിളിച്ചതെന്ന് പറയുമ്പം ഹൂ കോൾഡ് യു. നീ ആരോടാണ് സംസാരിച്ചതെന്ന് പറയുമ്പം ഹൂം ഡിഡ് യു ടോക്ക് ടു. അത് മനസ്സിലായോ? അവിടെയാണ് ഹൂവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. സോ ഈ ലെറ്റർ ആർക്ക് വേണ്ടി എഴുതിയതാണ്? To whom was the letter addressed? ഓക്കെ. ടു whom was the letter addressed? അവിടെയും ഹൂമാണ് വന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കുന്ന നിനക്ക് തോന്നുന്നത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം.